മറ്റൊരു പ്രധാന വാർത്ത, കേരള പോലീസിലെ സംഘടനകൾ പുനഃസംഘടിപ്പിച്ച ഉത്തരവ് പുറത്തിറക്കി സംസ്ഥാന സർക്കാർ. പുതിയ അഡ്ഹോക് കമ്മിറ്റികളെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ഉത്തരവ്. SI മുതൽ SP വരെയുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി കേരള പോലീസ് സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷൻ പുനഃസംഘടിപ്പിക്കും. സംഘടനയുടെ യൂണിറ്റ്, ജില്ലാ, സംസ്ഥാനതല തെരഞ്ഞെടുപ്പുകൾ സെപ്റ്റംബർ 30-നകം പൂർത്തീകരിക്കണം എന്നാണ് നിർദ്ദേശം. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് തന്നെ അനുരു അശോകനുണ്ട്. അനുരു, സർക്കാർ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തന്നെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണോ? കേരള പോലീസ് വകുപ്പിൽ 3 സംഘടനകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇനി മുതൽ അത് 2 സംഘടനകളായിട്ട് മാറുന്നു. കേരള പോലീസ് അസോസിയേഷൻ, അതുപോലെ തന്നെ കേരള പോലീസ് ഓഫീസേഴ്സ് സീനിയർ അസോസിയേഷൻ എന്നുള്ള നിലയിലേക്കാണ് സംഘടനകൾ മാറുന്നത്. നേരത്തെ SI മുതൽ CI വരെ റാങ്കിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നൊരു സംഘടന ഉണ്ടായിരുന്നെങ്കിൽ ഇനി മുതൽ ആ ഓഫീസേഴ്സ് അസോസിയേഷൻ സംഘടന ഉണ്ടായിരിക്കില്ല. പകരം അവരെ കേരള പോലീസ് അസോസിയേഷനിലേക്കും കേരള സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷനിലേക്കും മാറ്റിയിരിക്കുന്നു. നേരത്തെ CPO മുതലുള്ള ഉദ്യോഗസ്ഥർ, അതായത് ഗ്രേഡ് CPO മുതൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരാണ് കേരള പോലീസ് അസോസിയേഷന്റെ ഭാഗമായിരിക്കുന്നതെങ്കിൽ ഇനി മുതൽ ഈ CPO മുതൽ ഗ്രേഡ് SI വരെയുള്ളവർ കേരള പോലീസ് അസോസിയേഷന്റെ ഭാഗവും SI മുതൽ നോൺ IPS ഉദ്യോഗസ്ഥർ വരെയുള്ളവർ കേരള പോലീസ് ഓഫീസേഴ്സ് സീനിയേഴ്സ് അസോസിയേഷന്റെ ഭാഗവുമായിട്ട് മാറുന്നു. ഇവരുടെയൊക്കെ ഓഹരികൾ വീതം വെക്കാനൊക്കെയുള്ള കഴിഞ്ഞ ദിവസം ഉത്തരവ് ഇറങ്ങിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 17 അംഗ അഡ്ഹോക് കമ്മിറ്റിയെ 2 സംഘടനകളുടെയും ഭാഗത്തായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഈ സെപ്റ്റംബർ 30-നുള്ളിൽ പുതിയ സംഘടന ഒരു ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടത്തണം. അതുവരെയുള്ള ഭരണസമിതിയുടെ ചുമതലകളൊക്കെ ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലായിരിക്കും പ്രവർത്തിക്കുക. നമുക്കറിയാം 2025-ലാണ് ഈ 3 സംഘടനകളിലും തെരഞ്ഞെടുപ്പ് നടക്കുകയും ഇടത് അനുകൂല ഓഫീസർമാരാണ് ഇതിന്റെ ഭരണസാരഥ്യത്തിലേക്ക് വരികയും ചെയ്തത്. പക്ഷേ പുതിയ ഒരു ഉത്തരവോടുകൂടി ഈ ഭരണസമിതികളെല്ലാം റദ്ദാക്കപ്പെടുകയും വീണ്ടും അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും ഇതിനെതിരെ ഇപ്പോൾ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ അവർ സംസ്ഥാന പോലീസ് മേധാവിക്കും ആഭ്യന്തര അഡീഷണൽ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും ഒക്കെ പരാതി നൽകിയിരുന്നു. പക്ഷേ സർക്കാർ ആ ഓഫീസേഴ്സ് അസോസിയേഷനെ എന്തായാലും റദ്ദാക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുന്ന നിലപാടാണ് സ്വീകരിച്ചത്. എന്തായാലും ശരിയാണ്, വ്യക്തമാണ്. ഇടത് നേതാക്കളുടെ അനിഷ്ടങ്ങളും പ്രശ്നങ്ങളുമൊക്കെ നിലനിൽക്കെ സർക്കാർ അതിന്റെ ശക്തമായ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്.